രാഹുൽ, ഈ രാഹുൽ മാങ്കൂട്ടത്തിന് തെരഞ്ഞെടുപ്പ് ഗോതയിൽ അല്ലെങ്കിൽ ഇനി കേരള രാഷ്ട്രീയത്തിൽ രാഹുൽ മാങ്കൂട്ടം എന്ന പേര് ഉണ്ടാകരുത് എന്ന് ആർക്കൊക്കെയോ അജണ്ട സെറ്റ് ചെയ്തതുപോലെയാണ് പോകുന്നത്. ഇപ്പോൾ ഒരു തെരഞ്ഞെടുപ്പിലേക്ക് വരുമ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ പേര് ബോധപൂർവം വീണ്ടും പഴയ കേസുകളിലേക്ക് ഇറക്കി വിടുകയാണ്. ഈ പറയുന്ന കേസുകളിൽ അതിജീവിതകളിൽ ആദ്യത്തെ അതിജീവിതയാണ് ഇപ്പോൾ സുപ്രീം കോടതിയിലേക്ക് പോകുന്നുവെന്ന് പറയുന്ന രീതിയിൽ വരുന്നത്. അങ്ങനെയാണ് വാർത്തകൾ വരുന്നത്. അപ്പോൾ എനിക്ക് ചോദിക്കാനുള്ളത്, ഈ പറയുന്ന ആദ്യത്തെ അതിജീവിതയായിരുന്നാലും രണ്ടാമത്തെ അതിജീവിതയായിരുന്നാലും അതിജീവിതകളെ ഇത്തരത്തിൽ കേസുകൾ സുപ്രീം കോടതിയിലേക്ക് പോകുന്നതിൽ ഇങ്ങനെ ബിഹൈൻഡ് ദ കർട്ടൻ എന്തെങ്കിലും രാഷ്ട്രീയ നാടകങ്ങളിൽ ബിഹൈൻഡ് ദ കർട്ടൻ ഒരു ഗെയിം പ്ലാൻ അല്ല. ഇതിനകത്ത് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ രാഹുൽ മാങ്കൂട്ടം എത്രത്തോളം ശക്തനായിരുന്നു എന്ന് വേണമെങ്കിൽ നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാം. കാരണം രാഹുൽ മാങ്കൂട്ടത്തെ ജനങ്ങൾ അത്രത്തോളം സ്വീകരിക്കുന്നുണ്ട്. ഇത്രയേറെ വിഷയങ്ങൾ രാഹുലിനെതിരെ വന്നിട്ടും, അതായത് സ്ത്രീപീഡന പരാതിയാണെങ്കിൽ പോലും രാഹുലിനെതിരെ വന്നിട്ടും ജനങ്ങൾ സ്വീകരിക്കുന്നുണ്ട് എന്നതൊരു യാഥാർത്ഥ്യമാണ്. അതിനപ്പുറത്തേക്ക് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഒന്നാമത്തെ കേസ് ആണെങ്കിലും രണ്ടാമത്തെ കേസ് ആണെങ്കിലും രാഹുൽ മാങ്കൂട്ടത്തിന് ജാമ്യം ലഭിച്ചിട്ടുണ്ട്. രാഹുൽ മാങ്കൂട്ടം ഇപ്പോൾ സ്വതന്ത്രനായിട്ട് പുറത്തിറങ്ങി നടക്കുന്ന സാഹചര്യമാണ് നമുക്കറിയാൻ കഴിയുന്നത്. എന്താണെങ്കിലും ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന് മുമ്പിട്ടാണ് ഇത്തരത്തിലുള്ള വിഷയങ്ങൾ കൂടുതലായിട്ടും വന്നിട്ടുള്ളത്. അപ്പോൾ ഇതിനകത്ത് ഒരുപാട് രാഷ്ട്രീയ അജണ്ടയുണ്ട്, അല്ലെങ്കിൽ ചില ചാനലുകളുടെ അജണ്ടകളാണ് ഇതിന്റെ പിന്നിൽ എന്നുള്ള വാർത്തകളൊക്കെ ഒരുപാട് നമ്മൾ കേട്ടതാണ്. അതിന്റെ ചാറ്റുകൾ പുറത്തു വന്ന സമയത്ത് എങ്ങനെയാണ് ഈ ചാറ്റുകൾ പുറത്തു വരുന്നത്, അത് പെൺകുട്ടിയല്ല പുറത്തു വിട്ടത് എന്ന് പറഞ്ഞുകൊണ്ട് പെൺകുട്ടി തന്നെ വരുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അപ്പോൾ ചിലരുടെ അജണ്ടയാണ് ഇത്തരത്തിലുള്ള വാർത്തകൾ പുറത്തുവിടാനും പേഴ്സണലായിട്ട് സൂക്ഷിച്ചിരുന്ന ചാറ്റുകൾ വരെ, അതായത് ആ പെൺകുട്ടി വിശ്വസിച്ച് അയച്ചു കൊടുത്ത ചാറ്റ് വരെ പുറത്തുവിടാനും കാരണമായത് ഇത്തരത്തിലുള്ള കാര്യങ്ങളാണ് എന്നുള്ള വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ ഇതിന്റെ പേരിൽ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ എന്ത് തന്നെയാണെങ്കിലും ഈ വിഷയത്തിൽ ഇപ്പോൾ പൊങ്ങി വരുന്ന ഏറ്റവും വലിയ വാർത്ത എന്ന് പറയുന്നത്, അല്ലെങ്കിൽ മാധ്യമങ്ങൾ പറയുന്നത്, രാഹുൽ മാങ്കൂട്ടം പാലക്കാട് മത്സരിക്കുമോ, അല്ലെങ്കിൽ രാഹുൽ മാങ്കൂട്ടം പാലക്കാട് മത്സരിക്കുന്നു, അത് തടയാൻ വേണ്ടിയിട്ടാണ് സുപ്രീം കോടതിയിലേക്ക് കേസുമായി പെൺകുട്ടി പോകാൻ പോകുന്നത്, അല്ലെങ്കിൽ രാഹുലിന്റെ ഭാവി ഇതോടെ തീർക്കാൻ വേണ്ടിയിട്ടാണ് പോകാൻ പോകുന്നത് എന്നുള്ള രീതിയിലുള്ള വാർത്തകളൊക്കെ വരുന്നുണ്ട്. പക്ഷേ ഇതിൻ്റെയൊക്കെ ആധികാരികത എത്രത്തോളം ഉണ്ട് എന്നതാണ് ഒരു സത്യം. ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിഷയത്തിലാണെങ്കിൽ പോലും രാഹുൽ പാലക്കാട് മത്സരിക്കത്തില്ല എന്നാണ് രാഹുലിന്റെ ഭാഷയിൽ നിന്നും നമുക്ക് മനസ്സിലാവുന്നത്. ഇതിനു മുമ്പിട്ട് രാഹുൽ ഒരു സ്വകാര്യ ചാനൽ ഇന്റർവ്യൂവിന് കൊടുത്ത സമയത്ത് അദ്ദേഹം പറയുന്നുണ്ട്, ഞാൻ പാർട്ടിക്ക് അതീതനായിട്ട് പോകുന്ന ഒരാളല്ല, പാർട്ടി പറയുന്നിടത്ത് ഞാൻ നിൽക്കുന്ന ഒരാളാണ്, പാർട്ടി കൂറുള്ള ഒരാളാണ്, പാർട്ടി എന്തു പറയുന്നു ആ നിലപാടിനൊപ്പമാണ്, പക്ഷെ പാർട്ടി എന്നെ കേൾക്കാൻ തയ്യാറാണ്, അത് മാത്രമാണ് എന്റെ വിഷമം എന്ന് പറയുന്ന രീതിയിൽ രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഒരു സംസാരമുണ്ടായിരുന്നു. അതിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നത് എന്താ, ഇപ്പോ നമുക്കറിയാം ഷാഫി പറമ്പിലാണെങ്കിലും മറ്റ് നേതാക്കന്മാരാണെങ്കിലും ഇവരെല്ലാമാണ് രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഒരു സർക്കിൾ നേരത്തെ തൊട്ടുണ്ടായിരുന്ന ആളുകൾ. അപ്പോൾ പിഷാരടിയുടെ നോമിനേഷൻ വരുന്ന സമയത്ത് ഇടയ്ക്ക് വെച്ച് വന്ന വാർത്തയാണ് പാലക്കാട് മത്സരിക്കുന്നു എന്ന് വന്ന സമയത്ത് പാലക്കാട് DCC സമ്മതിക്കത്തില്ല, പിഷാരടിയെ മത്സരിപ്പിക്കാൻ വേണ്ടി പാലക്കാട് DCC സമ്മതിക്കുന്നില്ല, ഷാഫി പറമ്പിലിന്റെ നോമിനിയാണ് എന്നുള്ള രീതിയിലുള്ള അത്തരത്തിലുള്ള വാർത്തകൾ നമ്മൾ കേട്ടതാണ്. പക്ഷേ ഇപ്പോൾ ഷാഫി പറമ്പിലാണ് അവിടെ തീരുമാനിക്കുന്നതെങ്കിൽ അത് രാഹുൽ മാങ്കൂട്ടവുമായി ചോദിച്ചിട്ടായിരിക്കാം ചിലപ്പോൾ സംഭവിക്കുന്നത്. നമുക്ക് അതിന്റെ കൃത്യമായിട്ടൊരു ഡയറക്ഷനിലേക്ക് പോവുകയാണെങ്കിൽ നമുക്കറിയാം ഇവരെല്ലാം അടുത്ത സുഹൃത്തുക്കളായിരുന്നു. ഇപ്പോഴും എന്താണെങ്കിലും എന്താണെങ്കിലും ഉണ്ടാകും. നമുക്കറിയാം VK ശ്രീകണ്ഠനുമായിട്ട് സംസാരിക്കുന്ന വിഷയങ്ങൾ. ഓ, ഷാഫി എന്തുകൊണ്ടാണ് ഇത്തരത്തിൽ പരസ്യമായി സംസാരിക്കാത്തത് എന്നുള്ള രീതിയിലുള്ള നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അവർ തമ്മിൽ സംസാരിച്ചു കഴിഞ്ഞാൽ വലിയ വിവാദങ്ങൾ, അല്ലെങ്കിൽ മാധ്യമങ്ങൾ വലിയ വിവാദങ്ങൾ ഉണ്ടാക്കാം. അതിനൊരു ഇടവരുത്താതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഷാഫി പറമ്പിലാണെങ്കിലും മറ്റ് നേതാക്കന്മാരാണെങ്കിലും രാഹുലിനോട് പരസ്യമായിട്ട് ചെന്ന് സംസാരിക്കുന്നത്. ചിലപ്പോൾ രഹസ്യമായിട്ട് ഫോണിലോ മറ്റു കാര്യങ്ങളോ അവർ സംസാരിക്കും. അതിൽ പറയുന്ന മറ്റു ഇടപെടലുകൾക്ക് സ്ഥാനമില്ല അതിന്, തീർച്ചയായിട്ടും. അപ്പോൾ ഈ പറയുന്ന രീതിയിൽ രാഹുൽ, എൻ്റെ സംശയം, നമ്മൾ കഴിഞ്ഞ ദിവസം സംസാരിച്ചു, ഈ പറയുന്ന അടൂർ അദ്ദേഹത്തിന്റെ വീടിനടുത്ത് ഹോട്ടലിൽ വെച്ച് VK ശ്രീകണ്ഠനുമായി അദ്ദേഹം സംസാരിച്ചു എന്ന് പറയുന്നു. ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് VD സതീശന്റെ ഒരു ഭാഷ്യം പുറത്തു വന്നിരുന്നു ഡൽഹിയിൽ വെച്ച്. എന്തുകൊണ്ട് എനിക്ക് അദ്ദേഹത്തോട് സംസാരിച്ചുകൂടാ, ഞാൻ സംസാരിച്ചാൽ എന്താ കുഴപ്പം? അപ്പോൾ മഞ്ഞുരുകുന്നു എന്ന് കാണുമ്പോൾ അത് ഏത് പാർട്ടിയിൽ നിന്നായിരുന്നാലും രാഹുലിന്റെ പ്രശ്നത്തിൽ മഞ്ഞുരുകുന്നു എന്നൊരു തോന്നൽ ആർക്കൊക്കെയോ അലോസരം ഉണ്ടാകുന്നില്ലേ? അല്ല, അതിന്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ രാഹുലിനെ വെറുതെ എടുത്ത് അടിക്കണ്ട എന്നുള്ളൊരു നിലപാടിൽ തന്നെയാണ് കോൺഗ്രസ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ CPM-ഉം BJP-യും രാഹുലിനെ എടുത്തിട്ട് അടിക്കുന്നതിൽ നമുക്കറിയാം രാഷ്ട്രീയമായിട്ടുള്ള അജണ്ടയാണ് അതിന്റെ പ്രധാന കാരണമെന്ന് നമുക്കറിയാം. പക്ഷെ കോൺഗ്രസ് കൂടെ അതെടുത്തിട്ട് അലക്കിക്കഴിഞ്ഞാൽ കോൺഗ്രസിന്റെ തന്നെയാണ് നാണക്കേട്. രാഹുലിനെ സ്നേഹിക്കുന്ന കോൺഗ്രസിലുള്ള ഒരുപാട് ആളുകളുണ്ട്. അപ്പോൾ അവര് കോൺഗ്രസ് പാർട്ടിക്കെതിരാവും, അല്ലെങ്കിൽ ഇത്രയും നാളും കൊണ്ടുപോയ ഒരാളെ പ്രൊട്ടക്ട് ചെയ്യേണ്ട ഒരാളെ താൻ കാരണം, അല്ലെങ്കിൽ തൻ്റെ ഒരു
സംസാരം കൊണ്ട് അല്ലെങ്കിൽ തന്റെ ഒരു ഇഷ്ടക്കേട് കൊണ്ട് ഇല്ലാതാക്കണ്ട എന്നുള്ള രീതിയിലായിരിക്കാം വി ഡി സതീശൻ അങ്ങനെ പറഞ്ഞത്. ഇപ്പോൾ രാഹുൽ പക്ഷേ അങ്ങനെയാണെങ്കിൽ എനിക്കുള്ളൊരു സംശയം, ഈ വരുന്ന ഒരു തെരഞ്ഞെടുപ്പ് കാലത്ത് വീണ്ടും രാഹുലിന്റെ വിഷയം രാഷ്ട്രീയമായിട്ട് പൊളിറ്റിക്കലി രാഷ്ട്രീയമായിട്ട് CPM തന്നെ ഇതെടുത്ത് രംഗത്തിടുന്നതാണ് എന്ന് സംശയിക്കുന്നതിൽ തന്നെ ഇതിന് ബിഹൈൻഡ് ദ കർട്ടൻ ആരൊക്കെയോ ഒരു ടാസ്ക് ഇതിന്റെ മേൽ എടുത്തിട്ടുണ്ട് എന്ന് നിസ്സംശയം പറയാം. കാര്യം കീഴ്ക്കോടതി ഇപ്പൊ ജാമ്യ ഉപാധി തെറ്റിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ആ പെൺകുട്ടിയെ കൊണ്ടൊരു പരാതി കൊടുപ്പിക്കുക. അപ്പോൾ ഇദ്ദേഹത്തിന്റെ പിറകിൽ ഒരു മൂന്നാം കണ്ണ് എപ്പോഴും രാഷ്ട്രീയ ഒരു നിരീക്ഷണം അദ്ദേഹത്തിനെ ഇങ്ങനെ ഒതുക്കാൻ ഒരു ശ്രമം നടത്തുന്നത് നമുക്ക് ചിന്തിക്കുന്നത് തെറ്റുണ്ടോ? തെറ്റില്ല. കാരണം നമുക്കറിയാം രാഹുൽ എങ്ങനെയാണ് പിണറായി വിജയനെ ട്രീറ്റ് ചെയ്തിട്ടുള്ളത്. കൃത്യമായിട്ടുള്ള വിരോധം രാഹുലിനോടുണ്ട്. അതേപോലെ തന്നെ CPM വിരോധമുണ്ട്. കേരളിന്റെ വിഷയത്തിലാണ് രാഹുൽ കൃത്യമായിട്ടൊരു സ്റ്റാൻഡ് എടുക്കുകയും അല്ലെങ്കിൽ ചർച്ചകൾ വന്നിട്ട് ഈ ആളുകളുമായിട്ട് സമ്പർക്കം നടത്തുന്ന പരിപാടിയിൽ വന്നിട്ട് ധൈര്യമായിട്ട് DYFIക്കാരെയും SFIക്കാരെയും ഒക്കെ വെല്ലുവിളിക്കുന്ന ഒരു രംഗം ഉണ്ടായിരുന്നു. അപ്പൊ അതിലൊരു പെൺകുട്ടി പറയുന്നുണ്ട്, ഇപ്പോൾ എനിക്ക് അവിടെ നേരത്തെ പോയി പഠിച്ചു കഴിഞ്ഞാൽ എന്താണ് കുഴപ്പം, എനിക്ക് ഡെയിലി പോയി വന്നുകൂടെ എന്നുള്ള ചോദ്യത്തിന് രാഹുൽ കൃത്യമായിട്ട് മറുപടി പറയുന്നുണ്ട്. അത് ലോജിക്കലി ഉള്ള മറുപടിയാണ്. അത് കേൾക്കാൻ കഴിയാതെ അസഹിഷ്ണുത ആകുന്ന DYFI പ്രവർത്തകരെ SFI പ്രവർത്തകരെ ലോജിക്കലി ഉള്ള മറുപടികളാണ് ഈ പറയുന്ന രീതിയിൽ ഇവരെയൊക്കെ അലോസരപ്പെടുത്തും. അതെ, തീർച്ചയായിട്ടും. ഇപ്പോ അതേപോലെ തന്നെ ഈ ചോറ് പൊതിയുടെ കാര്യം, അതെ, ഡിവൈഎഫ്ഐയുടെ പൊതിച്ചോറിന്റെ കാര്യം, ആ പൊതിച്ചോറിന്റെ കാര്യത്തിലാണ് പിന്നീട് രാഹുലിന് വലിയൊരു അടി വരുന്നത്. അല്ലെങ്കിൽ രാഹുലിന്റെ വായിൽ നിന്നും പോയ സംസാര മധ്യേ വായിൽ നിന്നും പോയൊരു വിഷയം DYFI പ്രവർത്തകരെ മുഴുവൻ അലോസരപ്പെടുത്തുന്ന ഒന്നായി മാറി. രാഹുൽ അവരുടെ ഒരു ടാർഗറ്റഡ് ലിസ്റ്റിൽപ്പെട്ട ഒരാളായി. അങ്ങനെയാണ് രാഹുലിനെ കൃത്യമായിട്ട് ആക്രമിക്കാൻ തുടങ്ങിയത്. കൃത്യമായിട്ടൊരു വിഷയം രാഹുൽ തന്നെ ഉണ്ടാക്കി കൊടുത്തു, അതിൽ കൃത്യമായിട്ട് അടിച്ചു. അതിനകത്ത് പ്രത്യേകിച്ച് പറയാനൊന്നുമില്ല. പിന്നീട് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ പാലക്കാട് എന്ന് പറയുന്ന മണ്ഡലമുണ്ട്. അപ്പോൾ പാലക്കാട് രാഹുലിന്റെ പേരിൽ തന്നെ, അതായത് രാഹുലിനെ അടിച്ചു കഴിഞ്ഞാൽ അവിടെ ജയിക്കാൻ കഴിയുമെന്ന് വിശ്വസിക്കുന്ന ഒരു കൂട്ടം ആളുകളുണ്ട്. അത് CPM-ലും BJP-യിലുമുണ്ട്. അപ്പൊ അതിന്റെ ലക്ഷ്യത്തിന് വേണ്ടി പണിയെടുത്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പോഴും. അപ്പോൾ രാഹുൽ വന്നു കഴിഞ്ഞാൽ അവിടെ വിജയിക്കാനുള്ള സാധ്യതകൾ ഉണ്ട് എന്നതൊരു യാഥാർത്ഥ്യമാണ്. പക്ഷേ കോൺഗ്രസ് പാർട്ടി രാഹുലിനെ മത്സരിപ്പിക്കുന്നില്ല എന്നതൊരു യാഥാർത്ഥ്യമാണ്. കാരണം കോൺഗ്രസിനെ സംബന്ധിച്ചൊരു നിലനിൽപ്പിന്റെ രാഷ്ട്രീയം കൂടിയാണ് ഈ വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പ്. തീർച്ചയായിട്ടും. അതുകൊണ്ട് തന്നെ ഈ പറയുന്ന രീതിയിൽ രാഹുൽ അല്ലെങ്കിൽ രാഹുലിന്റെ പേര് രാഷ്ട്രീയത്തിൽ ഉണ്ടാകരുത് എന്നുള്ള തീരുമാനം, അല്ലെങ്കിൽ ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് CPM-ന് അടുത്ത സംസാരിക്കാനൊരു ഇപ്പൊ MM മണിയെ പോലെ മൈതാനത്ത് എന്ത് പറയണമെന്ന് വെളിവും വെള്ളിയാഴ്ചയും ഇല്ലാതെ സംസാരിക്കുന്നവർക്ക് പറയാൻ അടുത്തൊരു കഥയ്ക്ക് വേണ്ടിയാണ് ഈ സുപ്രീം കോടതിയിലേക്കുള്ള പോക്ക്, അങ്ങനെയുള്ള വാർത്തകൾ പുറത്തു വരുന്നത് എന്ന് നമുക്ക് ഗസ് ചെയ്യാൻ അധികാരം അദ്ദേഹം. അല്ലെങ്കിൽ പിന്നെ മറ്റൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല് കീഴ്ക്കോടതിയിൽ നിന്നും ഹൈക്കോടതിയിൽ നിന്നും പെൺകുട്ടിക്ക് കൃത്യമായിട്ട് അവർക്ക് വേണ്ടുന്ന അവരുദ്ദേശിക്കുന്ന രീതിയിലുള്ള തിരിച്ചടി രാഹുൽ ഉണ്ടാകത്തില്ല, അല്ലെങ്കിൽ അങ്ങനെയുള്ള കേസുകൾ അല്ലെങ്കിൽ കേസുമായി ബന്ധപ്പെട്ട ശിക്ഷാവിധികൾ ഉണ്ടാകത്തില്ല എന്നുള്ള ഉത്തമ ബോധ്യത്തോടെ ആയിരിക്കാം ചിലപ്പോൾ സുപ്രീം കോടതിയിൽ പോയേക്കുന്നത്. തീർച്ചയായിട്ടും. അപ്പോൾ ഏതായാലും കീഴ്ക്കോടതി ഇങ്ങനെ അദ്ദേഹത്തിന് ജാമ്യവ്യവസ്ഥ അനുവദിച്ചിട്ടുണ്ടായിരുന്നു. ആ ജാമ്യവ്യവസ്ഥ, അദ്ദേഹം ഒരു വക്കീലും കൂടെയാണല്ലോ, അപ്പോൾ ഇതൊന്നും അറിയാതെയൊന്നും ആയിരിക്കില്ലല്ലോ വിളി പോയത് അല്ലെങ്കിൽ വിളിച്ചത് എന്നുള്ള കാര്യം ഉറപ്പാണ്. അപ്പോൾ കേരള രാഷ്ട്രീയത്തിൽ ഇനി ഏതാണ്ട് വളരെ കുറച്ച് ദിവസങ്ങൾ മാത്രമേ ഈ സർക്കാരിൻ്റെ കാലാവധിയുള്ളൂ. അതിനിടയ്ക്ക് ഒരു DYSP സസ്പെൻഡ് ചെയ്തു. കാര്യം അത്ര കണ്ട് നല്ല ഭരണമാണ് പോലീസിൻ്റെ ഉള്ളത്. രാഹുലിൻ്റെ കാര്യമായതുകൊണ്ട് തന്നെ ഇനിഷ്യേറ്റീവ് വളരെ കൂടി. അപ്പോൾ ഇങ്ങനെയൊക്കെ നിൽക്കുമ്പോൾ പറയാനൊരു, ഈ പാർട്ടിക്ക് അവരുടെ തെരഞ്ഞെടുപ്പ് ഗോതയിൽ പറയാൻ അടുത്തൊരു കഥയ്ക്ക് MM മണിയെ പോലുള്ള വാപോയ കോടാലികൾക്ക് സംസാരിക്കാൻ അടുത്തൊരു കഥ മെനയാനുള്ള തത്രപ്പാടെന്ന് മാത്രമേ ഇതിനെ നമുക്ക് പറയാൻ കഴിയൂ.